Malayalam cinema 2025 evolving frames and definitely expanding voices. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാളം സിനിമ ഒരു ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ സീയിങ് എ വൈഡ് സ്പെക്ട്രം ഓഫ് മൂവീസ് കമ്മിങ് ഔട്ട് ഫ്രം അവർ ഇൻഡസ്ട്രി. ഇപ്പോൾ ഈ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ വി ഹാവ് ബീൻ സെലിബ്രേറ്റിംഗ്, ഇപ്പോഴും ആ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ലോക എന്ന് പറഞ്ഞൊരു സ്പെക്ടക്കിളിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വി ആർ സീയിങ് ക്വയറ്റ് എക്സ്പെരിമെൻറ്റ്സ് ലൈക്ക് പടക്കളം, രേഖ ചിത്രം ആൻഡ് ബിഗ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ലൈക്ക് തുടരും ആൻഡ് ദ ലൈക്സ്. ഈ ഒരു മാറ്റങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കുമ്പോൾ തന്നെ വി ആർ സീയിങ് ദാറ്റ് അവർ ഓഡിയൻസസ് ആർ ഇവോൾവിങ്. ദേ ആർ കംപ്ലീറ്റ്ലി ഗോയിങ് ത്രൂ എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഹൗ വി യൂസ് ടു കൺസീവ് സിനിമ ആൻഡ് ഹൗ വി ആർ കൺസീവിങ് സിനിമ നൗ ഇൻ 2025. നാച്ചുറലി മാറ്റം എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണിൽ നടക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ. സോ വെൻ ദർ ഇസ് എ ചേഞ്ച്, ഡെഫിനറ്റ്ലി ദർ ആർ ചലഞ്ചസ്. ദർ ഇസ് എ ചലഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി, ദർ ഇസ് എ ചലഞ്ച് ഓഫ് ഹൗ വി ആർ ടെല്ലിങ് അവർ സ്റ്റോറീസ്. നറേറ്റീവ്സ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ, വേ ദ സ്റ്റോറീസ് ആർ ബീങ് ടോൾഡ്, അത് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു കോൺവെർസേഷൻ വളരെ റെലവൻ്റ് ആണെന്ന് തോന്നി. അതിനോടൊപ്പം തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിബേറ്റ്, ഹൗ ഡു വി ഹാവ് എ ഫൈൻ ബാലൻസ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് കൊമേഴ്സ്. ഈ ഒരു ഡിസ്കഷൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്ന കുറച്ച് പേരുകളുണ്ട്, കുറച്ച് മുഖങ്ങളുണ്ട്. അവരുടെ കൂടെയാണ് ഇന്ന് ഞാനിവിടെ ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട് ഓണർ ടു ഇൻട്രൊഡ്യൂസ് എ പാനൽ ഹു ആർ വിത്ത് മീ ടുഡേ. Rekha, Menon, Aswin, Baradwaj, Rejaneesh VR, Vishnu. We have Anna Vetticad, Dhanya, Varma and Vishal Menon. So as you can see, ഒരു നാഷണൽ റീജിയണൽ പെർസ്പെക്റ്റീവിൻ്റെ ഒരു ഫൈൻ ബാലൻസ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവരിൽ ഒരുപാട് പേരുടെ വർക്കിനെ അഡ്മയർ ചെയ്ത് അതിനെ ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ എത്തിപ്പെട്ട ശേഷം ഐ ഹാവ് റിയലി ക്ലോസ്ലി ഫോളോഡ് എ ലോട്ട് ഓഫ് their's work, especially like seniors like Rekha and Anna. It is beautiful that we are here for this discussion. I have these insightful voices with me here today. So ആദ്യം തന്നെ സീരിയസ് ഡിസ്കഷൻ ഒന്നും വേണ്ടാന്ന് വെക്കുന്നു അല്ലേ, നമ്മൾ വലിയ സീരിയസ് ആവേണ്ട ആവശ്യമില്ല. സോ ഐ തോട്ട് വീൽ സ്റ്റാർട്ട് അപ്പ് വിത്ത് എ സ്മോൾ ഒരു വാം അപ്പ് ഒരു ക്വസ്റ്റ്യൻ. മലയാളം സിനിമ ഇൻഡസ്ട്രീനെ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ഇറ്റ് ടു എ നോൺ മലയാളി ഓർ ഇഫ് യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ഇറ്റ് ടു സംബഡി ഹൂസ് എ ജെൻസി ലൈക്ക് 2000 ശേഷം ജനിച്ച ഒരാൾക്ക് ഇതാണ് മലയാളം സിനിമ എന്ന് പറഞ്ഞ് നമുക്കൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിനെ അല്ലെങ്കിൽ ഒരു സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചൂസ് ചെയ്യുക? I think it'll be Maheshinte Pratikaram. Maheshinte Pratikaram. Yeah. Great. Because I think it's a movie you can watch even if you've seen some Indian movies, you will be able to get all the beats of Maheshinte Pratikaram, but it's also very specific to Idukki, very specific to Kerala, and it has very accessible emotions. It's a beautiful movie. I think Maheshinte Pratikaram. Lovely. Yeah. And you, Dhanya? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകൾ, ദേ ആർ ജസ്റ്റ് റിസർജൻസ് ഓഫ് ദ കൈൻഡ് ഓഫ് സിനിമ ദാറ്റ് വി സോ ഇൻ ദി 80s. അപ്പോൾ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന കുറേ സിനിമകളുണ്ട്, എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകളുണ്ട്. ആൻഡ് വൺ ഓഫ് ദോസ് മൂവീസ് ഇസ് എഴുതാപ്പുറങ്ങൾ. അതെനിക്കൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് നൽകിയ സിനിമയാണ്. ആ സിനിമയിലൊരു സീൻ ഇന്നും ഞാൻ അതിന് ശേഷം ആ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയില്ല, 7 8 വയസ്സായിരിക്കും. അപ്പോൾ ആ ഒരു സിനിമയിൽ ഒരു ലാസ്റ്റ് സീനുണ്ട്, റെയിൽവേ സ്റ്റേഷനിലാണെന്നു ട്രെയിനിലിരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ പാർവതി അവിടെ ഇരിക്കുന്നത്. എനിക്ക് ആ സീൻ മറക്കാൻ പറ്റിയിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ അത്രയും ഇമ്പാക്ട്സ് ഉള്ളൊരു എത്ര സിനിമകൾ വേണമെങ്കിലും നമുക്ക് പറയാം, 10 20 25 30 എല്ലാ ഫിലിം മേക്കേഴ്സ് അതൊരു ഗോൾഡൻ ഫേസ് ആയിരുന്നു. അതിനകത്തെ കുറേ പടങ്ങൾ 80s ഇഷ്ടം പോലെയുണ്ട് നമുക്ക് ടു ഇൻട്രൊഡ്യൂസ് അവർ ജനറേഷൻ ടു ദാറ്റ്. And what's your favorite, Anna? Geo Baby, A Great Indian Kitchen. കാരണം it characterizes a quality, it's got a quality that to me characterizes all of the best of Malayalam cinema, which is that there are stories that are staring us in the face. And ബാക്കിയുള്ള ആളുകൾ ഇത് ഒരു ബോറിൻ കഥയാണ്, ഇത് ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഇത് നടക്കുന്നതാണല്ലോ, ഇതെങ്ങനെയാണ് സിനിമ ആക്കാവുന്നതെന്ന് വിചാരിക്കുന്ന ആളുകൾ. പക്ഷെ മലയാളം സിനിമയിൽ ഒരു ജിയോ ബേബി ഉണ്ടായിരിക്കും അടുക്കള കണ്ടിട്ട് ഇതിലൊരു സിനിമ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. ആൻഡ് അത് ജിയോ ബേബിയുടെ ആ പടത്തിൽ മാത്രമല്ല, മഹേഷിൻ്റെ പ്രതികാരത്തിലും ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റോറി. സോ മെനി seemingly ordinary stories are actually extraordinary, and that is something I think Malayalam filmmakers get more than
any other filmmaker, not just in India but in the rest of the world. That's amazing and that's incredible to hear as well. Feeling already very proud of our industry. Vishnu. ഇത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ഒപ്പീനിയനും ചോയ്സൊക്കെ ആയിരിക്കും. അത് 1986 റിലീസ് ചെയ്ത തൂവാനത്തുമ്പികളാണ്. അപ്പോൾ തൂവാനത്തുമ്പികളുടെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാം. തൂവാനത്തുമ്പികളിലെ ഈ ജയകൃഷ്ണൻ ക്യാരക്ടർ ആക്ച്വലി ഒരു ക്യാരക്ടർ ഉണ്ട് തൃശ്ശൂരിൽ. ഇപ്പോഴും അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അറൗണ്ട് ഒരു 80 മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം റിയൽ ലൈഫിൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും പല ലോഡ്ജ് മുറികളിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് കുളിക്കാൻ വേണ്ടി രാവിലെ ഒരു തോർത്ത് വാങ്ങിക്കുമായിരുന്നു. ആ തോർത്ത് ആ ലോഡ്ജ് മുറിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ ക്ലാരിയും ജയകൃഷ്ണനും തമ്മിലുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പലവട്ടം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു അഴയിൽ ഇങ്ങനെ കുറേ തോർത്തുകൾ ഇട്ടിരിക്കുന്ന കാണാം തൂവാനത്തുമ്പികൾ കാണുമ്പോൾ. അത് ആക്ച്വൽ ജയകൃഷ്ണൻ റിയൽ ലൈഫിൽ ചെയ്തിരുന്നതാണ്. അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് തൂവാനത്തുമ്പികളിൽ. അതായത് ഒരാളുടെ തോർത്ത് പോലും ഡെപ്പിക്റ്റ് ചെയ്യാൻ പത്മരാജൻ എന്ന് പറയുന്ന മേക്കർ അത് കാണിച്ചിട്ടുണ്ടെന്നല്ല. ഓരോ വട്ടം കാണുമ്പോഴും നമുക്കതിന് പുതിയ വേർഷൻസ് കിട്ടും. നമ്മുടെ ഈ ആൽഫ മെയിൽ അല്ലെങ്കിൽ ഈ ആണത്തത്തിൻ്റെ ഒക്കെ ഒരു വലിയൊരു സെലിബ്രേഷനായിട്ട് ലാലേട്ടനെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ശ്രീ മോഹൻലാലിനെ കാണിക്കുമ്പോഴും അപ്പുറത്ത് വളരെ 2 സ്ത്രീകളുടെ ഇടയിൽപ്പെട്ട് വൾണറബിൾ ആവുന്ന ജയകൃഷ്ണനെ, ഇരട്ട ജീവിതങ്ങൾ ജീവിക്കുന്ന ജയകൃഷ്ണനെ തൂവാനത്തുമ്പികൾ ഇപ്പോൾ ഏത് സമയത്തും ഇന്ത്യക്കാരനെന്നല്ല ലോകത്തെല്ലാവർക്കും കാണിക്കാൻ പറ്റുന്നൊരു മാസ്റ്റർ പീസായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ സിനിമ താഴ്വാരമാണ്. കാരണം ഞാനൊരു പുറത്ത് ഒരു ഫെസ്റ്റിവലിന് പോവുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ആദ്യത്തെ സിനിമകളിലൊന്ന് താഴ്വാരമാവും. കാരണം അതേപോലൊരു സിനിമ ഇപ്പോൾ സർവകലാശാലയുടെ ടോണൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുമ്പോഴും ഈ താഴ്വാരത്തിൻ്റെ ഒരു ടോണും ആ ടെറൈനും ഒക്കെ എനിക്കെങ്ങനെയാണ് സൃഷ്ടിച്ചെടുക്കുക എന്ന് എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് അത് അത്രയും നന്നായിട്ട് വരിക എന്നുള്ളത്. എം ഡിയുടെ എഴുത്ത് മാത്രമല്ല അതിൻ്റെ, അത് അങ്ങനെ പരുവപ്പെട്ട് വരണമെങ്കിൽ എല്ലാവരും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനകത്ത് ഉണ്ടായാലും അത് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാവണം. എത്രയോ സിനിമകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് അഞ്ചക്കളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ സിനിമ കണക്റ്റ് ആവണമെന്നില്ല. പക്ഷേ താഴ്വാരം പോലൊരു സിനിമയൊക്കെ എല്ലാവരും കണ്ടതാണ്. അതിന് പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് കാണാൻ പറ്റും. ഇനി നമ്മൾ ആവർത്തിച്ച് പറയാൻ പറ്റും. ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കരുതുന്നുണ്ട്. അടുത്തൊരു വീഡിയോ സിനിമയെക്കുറിച്ച് അവലോകനം ചെയ്തൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ താഴ്വാരമായിരിക്കും. അത്രയും എനിക്ക് പറയാൻ തോന്നുന്ന സിനിമയാണ്. മലയാളം സിനിമ എക്സ്പ്ലോർ ചെയ്യുമ്പം ഒരു പെർട്ടിക്കുലർ സമയത്തിന് ശേഷമുള്ള സിനിമകളെ എടുത്തിട്ടാണ് മലയാളം സിനിമ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ മിസ് ഔട്ട് ചെയ്യുന്ന രണ്ട് ഡെക്കേഡ്സ് എന്ന് പറഞ്ഞാൽ 80s and 90s. അതിനെ ലൈക്ക് പുറമേ ഉള്ളവർ അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ എനിക്കൊരു പേഴ്സണൽ ലൈക്ക് ഒരു ബാലൻസ്ഡ് സാധനം എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് ദശരഥമാണ്. കാരണം വിക്കി ഡോണർ വന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു. ലൈക്ക് എന്താ പറയുക, ആയുഷ്മാൻ ഇങ്ങനെ ഒരു റോൾ ചെയ്യുന്നു, ഇതൊരു മെയിൻ സ്ട്രീം സിനിമയായിട്ട് എങ്ങനെ വന്നു. ലൈക്ക് അന്നേ ഭരതൻ സിബിമലയിൽ ടീം ഈ ഒരു കോൺസെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ആ മൂവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലാർജർ പാർട്ട് ഫൺ ഫിലിമാണ്. ഇയാളൊരു റെക്ലെസ് ആയിട്ട് നടക്കുന്ന ഒരാൾ. ഞാൻ ആക്ച്വലി ദശരഥം വെരി ഫസ്റ്റ് ടൈം ലൈഫിൽ കാണുമ്പോൾ ക്ലൈമാക്സ് മാത്രമാണ് കണ്ട്. ലൈക്ക് വൈകുന്നേരം കളിച്ച് ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പം 4 മണിയുടെ സിനിമ തീരുക 6 മണി 6:15 അപ്പോൾ 6 മണിക്ക് എങ്ങാനും എത്തുന്ന സമയത്ത് നമ്മുടെ ക്ലാസിക് സീൻ ഉണ്ടല്ലോ, ആ കാറിൽ ഗുഡ് ബൈ പറയുന്നതും അത് കഴിഞ്ഞിട്ടുള്ള സുകുമാരിയായിട്ടുള്ള ആ ഡയലോഗും സാധനം, ആ ഒരു സീൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഞാൻ അതിൽ ഹുക്ഡായി. ഇതേതാ പടം, ഇതെന്താ, ലൈക്ക് ആ ഒരു 15 മിനിറ്റ് കൊണ്ട് മാത്രം. അപ്പം ഒരാൾക്ക് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്ന ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ചോയ്സ്. ലൈക്ക് പ്രോഗ്രസീവായൊരു തീം കമേഴ്ഷ്യലായിട്ട് പാക്കേജ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ക്യാരക്ടറിനെ വൾണറബിൾ ആയിട്ടാണ് വെക്കുന്നത് ആ ഒരു ഇതിൽ. അപ്പോൾ എനിക്ക് ബിക്കോസ് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങിയ കൂടുതൽ സിനിമകളും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നു. അശ്വിൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ആണല്ലോ, 80s and 90s ഒരുപാട് സിനിമകൾ. ലൈക്ക് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സുഹൃതം, സവിതം, സതയം, തനിയാവർത്തനം ഇതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ആ ഒരു പ്രൈം എന്ന് ഞാൻ പേഴ്സണലി ലൈക്ക് ഇപ്പം എനിക്ക് ഐ വിഷ് വി ഹാവ് മോർ മൂവീസ് ലൈക്ക് ദിസ്. ആ ഒരു അങ്ങനെ ആഗ്രഹം തോന്നുന്ന ഒരുപാട് സിനിമകളാണ് ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞത്. ഐ എം ഷുവർ ചേച്ചി യു ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ലാസ്റ്റ് ഇരിക്കുമ്പോഴേ എനിക്ക് പറയേണ്ട എല്ലാവരും പറഞ്ഞു പോയി. എന്നിരുന്നാലും നിങ്ങൾ പറയാത്തൊരു സിനിമ എനിക്കിപ്പോഴും മനസ്സിൽ വരുന്നത്
എനിക്ക് ഒരിക്കലും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റാതെ പോയ സംവിധായകൻ റൈറ്റർ പത്മരാജൻ സാറിൻ്റെയാണ് അപരൻ. ദാറ്റ് വാസ് സംതിങ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എൻഡിങ്ങും ജയറാം അതേ ആദ്യത്തെ സിനിമയും അതിൽ കൂടുതലായിട്ട് ആ ആലപ്പിയും മധു സാറും അതിൽ പാർവതി സിസ്റ്ററായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ആ സിനിമ ഞാൻ പല പ്രാവശ്യം പല ആക്ടേഴ്സിനും പറഞ്ഞിട്ടുണ്ട്, കാൺട്ട് യു റീഡു ഇറ്റ്, റീമേക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കിപ്പോഴും മനസ്സിലുള്ള ആലപ്പി ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നീടുണ്ട് മൂന്നാം പക്കം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം, പക്ഷേ അപരനാണ് എനിക്ക് മനസ്സിൽ വന്നത്. Coming back to theatre, most of you have already seen the film. Theatre, the myth of reality, അതിൻ്റെ ടാഗ് ലൈൻ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് നഡ്ജ് ചെയ്യുന്ന ഒരു ടാഗ് ലൈനോടുകൂടി വരുന്നൊരു സിനിമയാണ്. ദേശീയ അവാർഡ് ജേതാവായ സജിൻ ബാബു ഡയറക്റ്റ് ചെയ്ത് അഞ്ജന ടാക്കീസ് നിർമ്മിച്ച് അഞ്ജന ഫിലിപ്പ് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ് തിയേറ്റർ. വളരെ അൺകൺവെൻഷനലായ ലെയേർഡായ എക്സ്പെരിമെൻ്റലായ ഒരു മൂവി വരുന്ന ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലോക പോലെയുള്ളൊരു സ്പെക്ടക്കിൾ, ഒരു ലാർജർ ദാൻ ലൈഫ്, ഒരു സൂപ്പർ ഹീറോ ഫിലിം എന്നൊക്കെ ആളുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വേർ ഡു യു തിങ്ക് മൂവീസ് ലൈക്ക് തിയേറ്റർ ഫിറ്റ് ഇൻ ദ ലാർജർ സ്പെക്ട്രം ഓഫ് ഇവൻറ്റ്സ്? I think that, in Malayalam cinema, more than in most other Indian cinemas, these boundaries of niche mainstream art cinema are completely blurred because there is no, and that I think is largely because of the audience. And every Malayalam filmmaker I have interviewed, and Mohanlal said that in his speech also when he got the Dada Saheb Phalke, that there's so much gratitude to the Malayalam audience in Kerala that nurtures every kind of cinema. ഈ കാലത്തെ സിനിമ ഇന്ത്യയിലെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സിനിമ. അതിൻ്റെ തുടർച്ച ഇപ്പോൾ പാൻഡമിക് അല്ലായിരുന്നല്ലോ, അതൊരു 2010 2008-10 തുടങ്ങിയ സിനിമ. ആദ്യമൊക്കെ അതെല്ലാം വലിയ ഹിറ്റായില്ല, പക്ഷേ ആദ്യം കുറേ ആളുകൾ വന്നു, അവരുടെ വേർഡ് ഓഫ് മൗത്ത് കാരണം കൂടുതൽ ആളുകൾ വന്നു. അങ്ങനെ ഈ ഓഡിയൻസ് നേർച്ചർ ചെയ്ത് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഈ കേരളത്തിൽ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ പോലെ ഒരു പടം ഞാൻ ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ തീർച്ചയായും എനിക്ക് ഓഡിയൻസ് കിട്ടും എന്ന് എനിക്കുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് കാരണം ഐ എം നോട്ട് വറിഡ്. എനിത്തിങ് എൽസ് ഇസ് എ ബോണസ്. സോ a film like theatre, if you look at conventional definitions of cinema, yeah, it's artistic and experimental and all of that, but the truth is one just never knows what the Malayali audience will latch on to. And lokala kari ellam India ellavarum samsarikkunnathu, even within the superhero genre, even within this mass commercially targeted cinema, there is, my favorite part of the film is the backstory of Neeli. And that is what makes the film, not the fun part of it, not the fact that there is a female superhero. In fact, for me personally, I feel like she's the least interesting written character in the film Loka, Kalyani Priyadarshan's character. But I can forgive anything in that film because they chose to make it centered around a woman, and that backstory is just electrifying. I was sitting in a hall in Delhi and watching it, and I swear I'm a very dignified member of the audience usually. I whistled when that backstory came on. So Malayalam cinema is redefining what mainstream art and experimental and all of that mean. But also I think it's very important, and I hope everybody else will also look at this. You see, I live outside Kerala. I was born and brought up outside Kerala, and I find it very interesting that the Malayalam cinema that is working in the rest of the country is not the masculinist, aggressive, toxic, very like cliched formulaic films, which by the way Malayalam makes those also, and Namada Laletan and Mammootty and all of them act in that kind of film also. പക്ഷേ അവരുടെ രണ്ടുപേരുടെ സിനിമയും ബാക്കിയുള്ള ഇന്ത്യയിൽ ഹിറ്റാകുന്നത് is the more thoughtful cinema. So കാതൽ, I was just going to say Kadal, that's, nobody talks about Mammootty's Kasaba, nobody talks about that in Delhi. They don't even know, I think, that it exists. But they'll all talk about Kadal. Yeah. They'll all talk about Drishyam. And so I also think that there is a wonderful, Kerala is lucky that there's a great perception of Kerala outside the state. And so, a film like theatre, I feel like, because Feminici Fatima is out there, and of course some people would say it's an art film, but it's so funny as hell.
and it's also one of the most beautiful indictments of patriarchy, but in a way that Hindi cinema would never do, because Hindi cinema is busy demonizing Muslims. Here you have a film that's about patriarchy in the Muslim community, yet without othering the Muslim community, which, so, there are no, the boundaries within Malayalam cinema are very different from the rest of the country. Dhanya, you would like to add something to it? I'm thinking of the movie Nyan Gandharvan. Beautiful. So we had a decade of movies that were really bad in between. Okay, that was about, I think, 2000s to 2010. That is really horrible, and it really moved away from Malayalam cinema in that phase. I was not in Kerala. But adinu mumpum we had all these kind of genres coming, and there were always takers. I'm just so happy to see it all coming back. Because Nyan Gandharvan kandittu njan vicharichu, how is it even possible to We create were a just movie talking like this? about it. Ipam Anjana and Philip Zakaria production. We were talking just before the panel, and he was saying, Nyan Gandharvanu ശേഷം ഇതുപോലെ ഇപ്പോൾ ഇതിൽ സർപ്പക്കാവ് സംസാരിക്കുന്നു, നമ്മൾ വിശ്വാസങ്ങൾ സംസാരിക്കുന്നു. ഇറ്റ്സ് സ്പിരിച്വാലിറ്റിയുടെ ഒരു ടോൺ ഇതിനുണ്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി സ്ട്രോങ്ലി പൊളിറ്റിക്കൽ ഓൾസോ. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെ. ഇറ്റ് ടോക്സ് അബൌട്ട് ബോഡി ഓട്ടോണമി, ഇറ്റ് ടോക്സ് അബൌട്ട് സെക്ഷൽ ഫ്രീഡം ഓഫ് എ വുമൻ, ഇറ്റ് ടോക്സ് അബൌട്ട് ബോഡി ഇമേജിങ്, എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ. അത് ഒരു സൈഡും എടുക്കാതെ, ഇന്നലെ രജനീഷ് ചേട്ടൻ പറഞ്ഞ ആ ഒരു പോയിൻ്റാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. വിത്തൗട്ട് ടേക്കിംഗ് എനി സൈഡ്സ്, ഇറ്റ് ഈസ് മേക്കിംഗ് അസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് സംതിങ് ആൻഡ് ആസ്ക് സം ക്വസ്റ്റ്യൻസ്. അതായത് സിനിമ കണ്ടു കഴിഞ്ഞു പോവാം എന്നുള്ളൊരിതല്ലാണ്ട് ഇറ്റ് സ്റ്റേസ് വിത്ത് യു. സോ ആഫ്റ്റർ വാച്ചിങ് ദ മൂവി ഈ സിനിമ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് വെൻ കണ്ടന്റ് ഇസ് ഡ്രിവൺ ബൈ ആൽഗോറിതംസ് ആൻഡ് വാട്ട് വർക്ക്സ്. ആ ക്ലിക്ക് ബേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ പറഞ്ഞത് എന്നുള്ളത് മുഴുവൻ കേൾക്കാനുള്ളൊരു പേഷ്യൻസ് ആളുകൾക്കില്ല. അറ്റൻഷൻ സ്പാൻ ഇസ് ലൈക്ക് വെരി ലൈക്ക് ബെയർ മിനിമം. അതങ്ങനെയല്ല, കേൾക്കാൻ തയ്യാറാണ്, കേട്ടവർ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു സെൻറ്റൻസ്, ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറുമല്ലോ. അപ്പം റിമയുടെ ഫസ്റ്റ് വാർത്തകൾ വരുന്നതിൽ 2 പ്രധാനപ്പെട്ട മീഡിയാസ് കൊടുക്കുന്ന വാർത്തകളിൽ തെറ്റായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്നത് തന്നെ അവരത് ബോധ്യപ്പെട്ടിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് തെറ്റാണെന്ന് പിന്നീട് അവർ തന്നെ തിരുത്തുകയാണ്, ആ കാർഡ് തിരുത്തുകയാണ്. ഈ കാർഡ് എന്ന് പറയുന്ന സാധനം ഫേസ്ബുക്ക് പൈസ കാർഡിന് കൊടുത്തു തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സംസാരിക്കണം. കാരണം തിയേറ്റർ ആ കാര്യങ്ങളും കൂടെ, ആ പെർസ്പെക്റ്റീവിലും കൂടെ വർത്തമാനം പറയുന്നുണ്ട്. അതായത് ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ സാമ്പത്തികാവസ്ഥ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ സിനിമ. അപ്പം ഇത് ഫേസ്ബുക്ക് ഒരു മാറ്റം വരുത്തുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രൊഫൈൽ പേജുകൾക്ക്, അതായത് പ്രൊഫൈൽസിന് 5000 കഴിഞ്ഞ ഫ്രണ്ട്സ് ഉള്ളവർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. അതും വീഡിയോസിലുള്ള പല മാനദണ്ഡങ്ങളും കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഫോട്ടോസിന് പൈസ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ എല്ലാ ചാനലുകളും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്രാഫിക് ആർട്ടിസ്റ്റുകളെ കൂട്ടി. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഗ്രാഫിക് ആർട്ടിസ്റ്റിനെ ഒരു മെയിൻ ചാനൽ വലിച്ചത് ഇതിൻ്റെ ഭാഗമാണ്. കാരണം അയാൾക്ക് പൈസ കൊടുക്കാനുള്ള ഇതുണ്ട് ഇതിനകത്ത്. അപ്പം ഇതൊരു എക്കണോമിക്കൽ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്യാമ്പയിനിങ്, ഇപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിനിങ് തന്നെ നടക്കുകയാണെങ്കിൽ ഇതിൽ ഹെയ്റ്റ് ക്യാമ്പയിനിങ് നടക്കുന്നവരൊരു പൈസ കൊടുത്തൊരു ക്യാമ്പയിനിങ് നടത്തും, ഇലക്ഷൻ ക്യാമ്പയിനിങ് പോലെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന ചിലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ $10 കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ, അപ്പോൾ അവരിതിൻ്റെ കൂടെ കൂടും. അപ്പോൾ എൻഗേജ്മെൻറ്റ്സിനാണ് ഒരു പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ മീഡിയ എന്ന് പറയുന്നത് ഈ തരത്തിലൂടെ കാണണം. ഇനി ഇതിനകത്ത് വിടുന്ന വാർത്തകൾ, ഇപ്പോൾ തിയേറ്ററിനെ കുറിച്ചൊരു വാർത്ത വരികയാണെങ്കിൽ ഈ വാർത്ത എങ്ങനെയാണ് പോവേണ്ടതെന്നുള്ളത് റിമയുടെ പൂർവ്വകാല ഇൻ്റർവ്യൂസ്, റിമയുടെ അഭിപ്രായങ്ങൾ, സിനിമയല്ല കേട്ടോ, റിമയുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഈ വാർത്ത പോകാനെന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കുക. ഫാക്റ്റ് അല്ല വാർത്ത എന്ന് പറയുന്നത്. ഒരുപാട് മിസ്കൺസ്ട്രൂഡ് ആയ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരുന്നു. ആളുടെ ഒരു ഇൻ്റർവ്യൂയുടെ ചില പോർഷൻസ് മാത്രം എടുത്തിട്ട് അത് മലയാളം തർജ്ജമയും കൂടെ വന്നപ്പോൾ വളരെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റ് വരികയും ചില മീഡിയ ഹൗസസിൻ്റെ ഒക്കെ പേജിൽ റിമ പോയിട്ട് കമൻറ്റ് ചെയ്തു, ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ ആക്ച്വലി സെഡ്, ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ഇഫ് യു. അത് ചെയ്യാൻ പക്ഷേ എല്ലാവർക്കും നമുക്ക് അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബട്ട് വാട്ട് യു ആർ സെയിങ് ഇസ് റൈറ്റ്. കാരണം ഇപ്പോൾ ഈ ഒരു ആൽഗോരിതംസ് റൂൾ ചെയ്യുന്ന ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. കുഡോസ് ടു യു രജനീഷ് ചേട്ടാ ഫോർ സ്റ്റാൻഡിങ് ടോൾ അമിഡ്സ്റ്റ് ഓൾ ഓഫ് ദിസ്. കാരണം ഇറ്റ്സ് നോട്ട് ഈസി. അത് തന്നെയാണ് ഈ തിയേറ്റർ പറയുന്നത് തന്നെയാണ്. ഇതെല്ലാം ഒരു
നാടകത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ കാണാൻ. കാരണം ഇതിനകത്തൊരു കഥ പറയുന്നുണ്ട്, തിയേറ്ററിനകത്ത് ഗാന്ധിജിയെക്കുറിച്ചുള്ളൊരു ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ ആ ചരിത്രം പറയുന്ന സമയത്ത് ആ റൈറ്റർ കറക്റ്റായിട്ടൊരു സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് ചരിത്രത്തിൽ ഉൾപ്പെടാതെ പോയ സംഗതിയാണ്. അതായത് ഒരു യൂട്യൂബർ വളരെ ആധികാരികമായി വളരെ രസകരമായ ശബ്ദത്തിൽ ഇങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുക. ഈ സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളതിങ്ങനെ കേട്ടിരിക്കുകയാണ്. അതിനിടയിൽ പറയുന്നുണ്ട് ഗാന്ധിജി ഇവിടെ വന്നപ്പോൾ പാമ്പ് കടിച്ചതാണ് എന്ന് പറയുന്നിടത്ത് അയാൾ പറയുന്ന സെൻറ്റൻസിലുണ്ട് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തൊരു സാധനം എങ്ങനെയാണ് ഇയാൾ പറയണേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഈ സിനിമ കഴിഞ്ഞിട്ട് എന്നോടൊരാൾ ചോദിച്ചു, സത്യത്തിൽ ഈ ഗാന്ധിജി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യാജ വാർത്തയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ നറേറ്റീവ് സ്റ്റൈലും അതിൻ്റെ കെട്ടും മട്ടും കാണുമ്പോൾ ഗ്രാഫിക്സും ഒക്കെ കാണുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുകയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടാവുമോ, ഇനി നടന്നിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുക. ഇത് എങ്ങനെയാണ് നമ്മൾ ആധികാരികത വരുത്തുക? അപ്പോൾ റിയാലിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില സാധ്യതകൾ ഇതിനകത്ത് തന്നെ ഒരു കോൺടെസ്റ്റിൽ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അയാളുടെ ആളാണ്, സംഘത്തിൻ്റെ ആളാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റേ ആൾ CPMൻ്റെ ഒരു നക്സൽ നേതാവായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് രണ്ടിനെയും സ്റ്റാൻഡ് ചെയ്യാനുള്ള വിവരങ്ങളാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിലെന്താണ് റിയാലിറ്റി എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഭയങ്കര പ്രശ്നമാണ്. സംവിധായകൻ അതിനകത്ത് പറയുന്നില്ല, റിയാലിറ്റി എന്താണെന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ പോകുമ്പോൾ ക്ലൈമാക്സൊക്കെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ കഥ ഇങ്ങനെ പോകുമ്പോൾ കഥ നല്ല ഒഴുക്കിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ എഡിറ്റിങ്ങൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. കാരണം യൂട്യൂബ് കാണിക്കുന്നു, വീഡിയോസ് കാണിക്കുന്നു, ആൾക്കാരെ കാണിക്കുന്നു. ഇതിൽ ആർട്ടിസ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് ഓരോ ആർട്ടിസ്റ്റുകളും ഇത് ശരിക്കും കാസ്റ്റിംഗ് ഡയറക്ടർക്കും കൂടെ ഒരു കൈയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം എല്ലാവരും എവിടെയോ നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ പോലെ, നമ്മുടെ മീഡിയയിൽ യഥാർത്ഥത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരെ പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഭയങ്കര ഓതൻറ്റിസിറ്റിയാണ്. പിന്നെ ഷോർട്ട് കട്ട് ചെയ്യാതെ ഇത്രയും ഡയലോഗ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക സാധനം എന്ന് വെച്ചാൽ ഇത് ഒറിജിനലി എങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നാണ്. അവർ പറയുന്നത് കറക്റ്റാണ്, കാരണം അവരുടെ ജീവിതമാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണേ. ആ ഒരു നറേറ്റീവ് സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ഈ ഷോർട്ടിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ, ഒരു ഡോക്ടറെ എന്നെ സംസാരിക്കുമ്പോൾ ബ്രീഫ് ചെയ്യുമ്പോൾ അവർ ശരിക്കും ബ്രീഫ് ചെയ്യുകയാണെന്നാണ് ഞാൻ വിചാരിക്കണേ. കാരണം എന്ന് വെച്ചാൽ ലെങ്തി സാധനമാണ്, അതെല്ലാം അങ്ങനെ തന്നെ ബ്രീഫ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നക്സൽ നേതാവ് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ആ ശൈലിയിലുള്ള വാചകങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് സംസാരിക്കുന്ന ഒരു പക്വതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ ബിഹൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സജിനോട് പോയി, ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെയ്ക്കും അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇന്നലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ ശരിക്കും ഒരു മൊത്തത്തിലൊരു വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമുള്ളൊരു അനുഭവമാകുമ്പോഴും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു അവസ്ഥയിലെത്തും. ഇപ്പോൾ ആദ്യം മ്യൂസിക്കൊക്കെ കൊണ്ട് നമ്മളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മ്യൂസിക്കിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളും കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ കൂടുതൽ പറയേണ്ടതാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു എഡിറ്റിംഗ് പാറ്റേൺ, ഇപ്പോൾ ആവാസവ്യൂഹം എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കൃഷാന്ത് ചെയ്തതെന്നൊക്കെ കൃഷാന്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുക. കാരണം അസാധ്യമാണ്, അങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് വേൾഡ് സിനിമ കണ്ട് വലിയ പരിചയമില്ല, പക്ഷേ ഞാൻ കണ്ട സിനിമയിലൊന്നും ഇങ്ങനൊരു എഡിറ്റിംഗ് പാറ്റേൺ ഇല്ല. അതേപോലെ ഈ മഞ്ഞക്കള്ളക്കോക്കാനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനകത്തൊരു എഡിറ്റിംഗ് പാറ്റേൺ കാണുന്ന സമയത്ത് അതും ഞാൻ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അത്തരം സിനിമകളിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കഥ പറച്ചിൽ രീതിയുണ്ട്, അത് പുതിയതിനെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടെ അക്സെപ്റ്റബിളാണ്. കാരണം ഇതിനകത്ത് ഒരു കഥ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, അതിൻ്റെ ക്യൂരിയോസിറ്റി നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അടുത്തെന്താണ്, ആ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇതെന്തിനാണ് ഇതെന്താ വൈകണേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിൽ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ കാഴ്ചയുണ്ടല്ലോ, രണ്ടാമത്തെ കാഴ്ചയിലേക്ക് വരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചുരുളഴിയുന്നത്. ഇതിൻ്റെ ഓരോ സെൻറ്റൻസിലും ഇപ്പം ഗാന്ധിജി വന്നത് ചരിത്രമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ ആ എഴുത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ. കാരണം ആദ്യഘട്ടത്തിൽ നമ്മളിത് ഏതോ ഒരു ഫാക്ട് എടുത്ത് ഇയാൾ ചെയ്തതായിരിക്കും, ഇത് പിന്നീട് ഇതിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് ചർച്ച ചെയ്യാം, അതെ അങ്ങനെ വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് മനസ്സിലാക്കാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ആ കൊനസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ചരിത്രത്തില്ലാതെ പിന്നെ ഇയാൾ എവിടെ നിന്ന് പോയി വായിച്ചു എന്നുള്ളത് നമ്മൾ അയാൾ എവിടെ നിന്ന്, അതാണ് നമ്മൾ ആധികാരികത പരിശോധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര തമാശയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഹോൾ സിനിമയും ആ തരത്തിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഒരു 3 പ്രാവശ്യം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സജിന് പോയിട്ട് ഒരു ഷേക്കൻഡ് കൊടുക്കേണ്ട അടുത്തൊരു 3 ഷേക്കൻഡ്.
അത് വിഷ്ണു സിനിമ കണ്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് എനിക്കൊരു വോയിസ് നോട്ടൊക്കെ അയച്ചിരുന്നു ആൻഡ് ഐ ഹാഡ് ഫോർവേഡഡ് ടു ദ ടീം ഓൾ ഓഫ് us were വെരി ഹാപ്പി. വൺ ഓഫ് ദ വെരി ഇനീഷ്യലായിട്ട് വന്ന ഫീഡ്ബാക്സ് ആയിരുന്നു വിഷ്ണുവിൻ്റെത്. സോ ഐ എം ഷുവർ യു ഹാവ് എ ലോട്ട് ടു ടോക്ക് അബൌട്ട് ദ ഫിലിം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഒരു 10 മിനിറ്റ് കൂടുമ്പോഴും ഒരു ഹാപ്പനിങ് ഉണ്ട്, ഒരു സിനിമാറ്റിക് മൊമെൻ്റ് ഉണ്ട്. ഇപ്പം ആ തൊടിയിലേക്ക് ആ പറമ്പിലേക്കൊരു അതിഥി വരുന്നത് പോലും വളരെ രസമായിട്ട് അവരത് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റിക് മൊമെൻറ്റ് പോലെ. ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് ഈ കൊമേഴ്ഷ്യൽ സിനിമയുടെ ടെംപ്ലേറ്റ്. ഇപ്പോൾ രോഹിത് ഷെട്ടിയൊക്കെ പറയുന്നത് പോലെ 15 മിനിറ്റ് കൂടുമ്പോൾ 15 കിട്ടുമ്പോൾ അവിടെ കാർ പൊങ്ങും, ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇത് വളരെ കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, നമുക്ക് തന്നെ കുറേ തോട്ട്സും കുറേ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ വിടുന്നത് പോലത്തെ കുറേ സിനിമകളുണ്ട്. എനിക്ക് മിഡ് സോമറൊക്കെ കണ്ട സമയത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ അങ്ങനെ ഒരു റിച്വൽ, എന്തായിരിക്കും ആ ചിരിയുടെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രധാന നായിക ഒരു ചിരിയോട് കൂടിയിട്ട് ആ സിനിമ അവസാനിക്കുന്ന മിഡ് സോമർ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് എന്തായിരിക്കും അങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുള്ള. ആൻഡ് ഏറ്റവും അവസാനം നമ്മളെ ഞെട്ടിക്കുന്നത് ഇതൊക്കെ റിയലായിട്ട് സംഭവിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയുന്ന ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസിൻ്റെ സ്ക്രീൻഷോട്ട്സ് കൂടി കാണിക്കുന്ന സമയത്ത് അത് നമുക്ക് ഉണ്ടാക്കുന്നൊരു ഭയങ്കര സോഷ്യലി നമ്മളൊരു കോൺഷ്യസ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എവിടേക്കോ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ ഒരു ദേശീയ രോഗം പോലെയായി മറവിയായിരിക്കുന്നത്. നമ്മളെല്ലാം മറക്കും, ഇപ്പോൾ ബോംബ് പൊട്ടി ചെയ്ത് മറക്കും, അങ്ങനെയെല്ലാം നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന കാരണം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഈ ഓട്ടോമാറ്റിക് സ്ലാപ്പ് മെഷീൻ പോലെയായിരുന്നു ഈ സാധനം. തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് ഒരു വട്ടം കണ്ടു കഴിഞ്ഞ് 2 വട്ടം കണ്ടിട്ട് 2.5 ഏകദേശമായിട്ടുണ്ട് ഞാനത് കണ്ടിട്ട്. അപ്പം അത്രയധികം തവണ എന്നെ കാണാൻ പ്രേരിപ്പിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ മൊറാലിറ്റിയൊക്കെ ഒരാൾ നിന്ന് പറയുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകനാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ശരിയാവുക വെച്ചാൽ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അല്ലെങ്കിൽ സന്തോഷമുണ്ട് മാധ്യമങ്ങൾ അങ്ങനെ കാണിച്ചതിൽ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചത്. ഒരു ടൈമിൽ മലയാള സിനിമ യൂട്യൂബേഴ്സിനെ കാണിക്കുന്നത് തന്നെ ഒച്ചപ്പാടും ലഹളി ഉണ്ടാക്കുന്ന ഏതൊക്കെയോ കുറേ കൂട്ടർ. മറ്റേ ഇതുണ്ടല്ലോ, ലാലൻ്റെ ഒരു പടത്തിൽ തീയും പുകയായിട്ടൊരു കൂട്ടി വരുന്നുണ്ടെന്ന് പറയില്ലേ, അതുപോലെയാണ് യൂട്യൂബേഴ്സിനെ കാണിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഡെയിൻ ഡേവിസിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആർക്കുണ്ട്. ആദ്യം അയാളൊരു നരച്ച ടീഷർട്ടൊക്കെ ഇട്ടിട്ട് തുടങ്ങിയ ആൾ അവസാനിക്കുന്ന ഒരു എലൈറ്റ് ക്ലാസ്സിൻ്റെ കൂടെ ഒരു ലിനൻ ഷർട്ടൊക്കെ ഇട്ട് കയ്യിലൊരു ഡ്രിങ്കൊക്കെ പിടിച്ച് അയാൾക്ക് പേഴ്സണലി ഒരു വളർച്ചയുണ്ടായിട്ടുണ്ട്. അതൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്, അത് ചെയ്തിട്ടുള്ള എസ്തെറ്റിക്സ് ട്രൂലി ഗുഡ്. ഭയങ്കര ലോക്കലാണ് തിയേറ്റർ, അതുകൊണ്ട് തന്നെ തിയേറ്റർ ഭയങ്കര ഇൻ്റർനാഷണലാണ്. ദാറ്റ്സ് എ ബ്രില്യൻറ്റ് വേ ടു സേ. ചേച്ചി ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. യു ഹാവ് ഇൻ്റർവ്യൂഡ്, നെയിം ഇറ്റ്, യു ഹാവ് സ്പോക്കൺ ടു ദെം, നോട്ട് ജസ്റ്റ് ഇൻ മലയാളം ബട്ട് ഔട്ട്സൈഡ് ഓൾസോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ മീഡിയ ആൽഗോറിതം ഡ്രിവൺ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഹൗ ഹാർഡ് യു തിങ്ക് ഇസ് ടു റിമെയിൻ എംപത്തറ്റിക് വൈൽ യു ആർ ഇൻ്റർവ്യൂയിങ്, ടു കണ്ടിന്യൂ ടു ബി ഹൂ യു ആർ? അതായത് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുമല്ലോ, അങ്ങനെ ഞാൻ ഓടിയിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ടാണ് ഓടിയതെന്ന് മാത്രം. സോ ഇറ്റ്സ് വെരി ഹാർഡ് ടു മിമിക് സംവൺ. എനിക്ക് അതാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പണ്ട് നമ്മൾ ടെലിവിഷനിൽ ആങ്കർ ചെയ്യുമ്പോൾ നമുക്ക് 10 സെക്കൻഡോ അല്ലെങ്കിൽ ആണ് നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ ഒരാളുടെ കയ്യിലല്ലേ, ആ 10 സെക്കൻഡ് നമ്മൾ ആ കാണുന്ന ആൾ നമ്മളെ അട്രാക്റ്റഡ് ആവണം. ദ വേ വി സ്പീക്ക്, നോട്ട് ദ വേ വി ലുക്ക്, ഇതാണ് ഞാൻ വിചാരിച്ചേക്കണേ. അപ്പോൾ ആ സംസാരിക്കുന്ന രീതിയിലാണ് അയാളുടെ കയ്യിലെ റിമോട്ട് കൺട്രോൾ മാറുമ്പോൾ ഞാൻ മാറുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ 3 സെക്കൻഡാണ്. അതോ അതിന് നമ്മുടെ ക്ലിക്ക് ബേറ്റൊക്കെ ഇല്ലെങ്കിൽ തന്നെയും. അപ്പോൾ അതുകൊണ്ട് ഫോർ മീ ഞാൻ എല്ലാ മീഡിയത്തിലും വർക്ക് ചെയ്തുകൊണ്ട് ഐ ഹവ് ഡിസൈഡഡ് ദാറ്റ് ദിസ് ഇസ് ഹൗ ഐ ആം. എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ഒരു ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ആ ജെന്യൂനിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് രേഖ ഇസ് രേഖ, ദിസ് ഇസ് എ ഫേം. അത് എല്ലാ ഇൻ്റർവ്യൂവേഴ്സിനും എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് ഹാർഡ് ടു ബി സമ്മൺ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ കോറിൽ നിൽക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ വെൻ ഐ ഇൻ്റർവ്യൂ ഫിലിം ഡയറക്ടേഴ്സ്, അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ആ ഒരു ജെനുവിനിറ്റി നമുക്ക് ആ ഒരു വാംത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനി ടൈം. ഇപ്പോൾ ഐ ജസ്റ്റ് ഓൾവേസ് തോട്ട് അബൌട്ട് ഇറ്റ്. സോ ആഡിങ് ടു വാട്ട് ധന്യ സെഡ്, കമ്മിങ് ബാക്ക് ടു ദ ഓൾഡർ ക്വസ്റ്റ്യൻ, അതായത് എനിക്ക് 80s സിനിമകൾ കണ്ടു തുടങ്ങിയിട്ട് വളർന്നിട്ട് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ അന്ന് ആ സിനിമകളൊക്കെ തീംസ് നമ്മൾ ശരിക്കും പറയാച്ചാൽ വി ഹാവ് ഓൾറെഡി ബീൻ, നമ്മളത് ടച്ച് ബേസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സിനിമ എന്ന് പറയുന്നത് 1970s വന്ന നിർമാല്യം. അതിൽ ലാസ്റ്റ് സീനുണ്ട്, PJ ആൻ്റണി സർ ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയ അങ്ങനത്തെ ഒരു വിഷ്വൽ ഇനിയൊന്നും നമ്മുടെ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുനോ
സോ ദാറ്റ് ഇസ് വാട്ട് അങ്ങനത്തെ ഒരു ബ്രില്യൻസ് റൈറ്റിംഗ് ബ്രില്യൻസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ആക്ടിങ് ബ്രില്യൻസ് അതിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ വി ഹാഡ് ഗോൺ ഫോർ എ തമിഴ് ഒരു ഓഡിയൻസിൻ്റെ ടേസ്റ്റിലേക്ക് പോയാലും, ബട്ട് ദാറ്റ് വാസ് ഐ തിങ്ക് ദാറ്റ് ജെനുവിനിറ്റി ഫോർ പീപ്പിൾ, ദാറ്റ്സ് വാട്ട് ഐ തോട്ട്. that's something എനിക്ക് നിങ്ങൾ രണ്ടുപേരിലും കോമൺ ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ധന്യ. യുവർ ഇൻ്റർവ്യൂസ് ഫ്രം ഹാപ്പിനെസ് പ്രോജക്റ്റ് ടു ഐ ആം വാട്ട് എവർ യു ഹാവ് ബീൻ ഡൂയിങ് ഇൻക്രെഡിബിൾ വർക്ക് ഹിയർ. ഇന്നലെ പ്രീമിയറിന് ശേഷം ധന്യ പറഞ്ഞ ആ ഒരു കാര്യമുണ്ട്, സംതിങ് വിച്ച് സ്റ്റേഡ് വിത്ത് യു, ഓഫ് കോഴ്സ് യു റെസനേറ്റഡ് മോസ്റ്റ് വിത്ത് യു അബൌട്ട് ദ ബോഡി പൊളിറ്റിക്സ് ഇതിൽ സംസാരിക്കുന്ന സ്ത്രീകളുടെ. ഐ വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. 2 things that I spoke about yesterday. അതിലൊന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും അതിനകത്ത് എത്ര എളുപ്പത്തിലാണ് ഒരു സ്ത്രീയുടെ ശരീരം ഒരു പബ്ലിക് ഡിസ്കോഴ്സിന് വേണ്ടി അത് എറിഞ്ഞു കൊടുക്കുന്നതും അതിൻ്റെ ബേസിസിൽ ഒരാളുടെ ക്യാരക്ടറോ ഒരാളുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദിക്കാനുള്ള ഒരു അവകാശം, ലോട്ട് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് വിത്ത് സൊസൈറ്റി ഓൺ എ വുമൻസ് ബോഡി. അതൊരു ഫാമിലി യൂണിറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഉണ്ട്. ചിലപ്പം അബോർട്ട് ചെയ്യാൻ അവർക്ക് പെർമിഷൻ കിട്ടില്ല, അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല. അത് പബ്ലിക്കിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റാണുങ്ങളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യുക. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അത് വളരെ നന്നായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ അത് അങ്ങ് ഒത്തിരി ആഴത്തിൽ പോകാതെ തന്നെ അത് ടച്ച് ചെയ്ത് തന്നെ അതിന് നമ്മുടെ മനസ്സിലൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നുണ്ട്, രജനീഷാണെന്ന് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ മനുഷ്യൻ ഒന്നും പറയില്ലേ, അവർക്ക് എഗൻസ്റ്റ് ഒന്നും പറയല്ലേ, മീനയ്ക്ക് എഗൻസ്റ്റ് ഒന്നും പറയല്ലേ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയ്ക്കും ഐ ഫെൽറ്റ് ഐ എംപതൈസ്ഡ് വിത്ത് ദാറ്റ് ക്യാരക്ടർ അറ്റ് ദാറ്റ് പോയിൻറ്റ്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ഇതുപോലെ കാവുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് കാവുകളൊക്കെ. അപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലും കാവ് ഉണ്ടായിട്ട് എൻ്റെ അമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു മമ്മ ഇപ്പോൾ ഇതെവിടെയാണ്? ഞാൻ പറഞ്ഞു നിനക്ക് അമ്മമ്മയോട് ചോദിക്കേണ്ടി വരും, എനിക്കറിയില്ല അതിപ്പോൾ എവിടെയാണെന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടതായി ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ അതെവിടെ പോയെന്നറിയില്ല. അപ്പോൾ ഈ ഓർമ്മകളൊക്കെ വന്നിരുന്നു. അത് ഐ ഫീൽ ദാറ്റ് ഈസ് വെയർ എനിക്കെപ്പോഴും ഒരു സിനിമ എനിക്ക് എവിടെ കണക്റ്റ് ആവുന്നു, ഓഡിയൻസായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ, ഒരു ഇമോഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ലെവലിൽ ഓഡിയൻസുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരാണ് ഏറ്റവും വലിയ ചോദ്യം ഫോർ മീ ആസ് എ വ്യൂവർ. സോ in that context, if I look at it, this movie connected with me at different levels. മനസ്സിലായി. എനിക്ക് വിശാലിനോടും അശ്വിനോടുമാണ് കോമൺ ക്വസ്റ്റ്യൻ ടു ബോത്ത് ഓഫ് യു. വിശാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് വെൻ യു ആർ റെപ്രസെൻറ്റിംഗ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മീഡിയ ഹൗസ് ആൻഡ് യു ഹാവ് ടു റിവ്യൂ കോണ്ടൻറ്റ്, എത്രയോ പ്രാവശ്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വരുന്ന സിനിമകളെയും സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ആ ഒരു ഇനീഷ്യേറ്റീവ് കാണിച്ചിട്ടുണ്ട്. യു ഹാവ് ബീൻ വെരി റെസ്പോൺസിബിൾ ഇൻ യുവർ ജോബ്, ഐ വുഡ് സേ. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ് ഫൈൻ ബാലൻസ്? ഇപ്പോൾ ആന പറഞ്ഞില്ല, ആനയുടെ ഫേവറേറ്റ് ഫിലിമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വരുന്നതിന് മുമ്പ് ആ OTT പോലും നമ്മൾ കേട്ടിട്ടില്ല. ഏത് OTT ആണ്? ആ ജിയോ ബേബി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എടുത്ത ഡയറക്ടറാണ്. ബിക്കോസ് ഹി മെയ്ഡ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, ഐ എം നോട്ട് ഗോയിങ് ടു വാച്ച് ഹിസ് നെക്സ്റ്റ് മൂവി. അപ്പോൾ സുരാജ് ഉണ്ട്, പക്ഷേ സുരാജ് ആ സമയത്തൊക്കെ എത്രയോ സിനിമയിൽ അഭിനയിക്കുന്നു. നിമിഷം എനിക്ക് തോന്നുന്ന സെക്കൻഡ് ഓർ തേർഡ് ഫിലിം. പക്ഷേ അത് ആ OTT ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഒരു OTTയിൽ മെമ്പർഷിപ്പ് എടുത്ത് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സൊക്കെ ഇട്ട് നമ്മൾ കണ്ട സിനിമയാണത്. അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ആ OTTയിൽ തന്നെ എത്ര പേരാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കുറേ പേര് അത് ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ട് പശ്ചാത്താപം തോന്നിട്ട് ജിയോ ബേബിക്ക് വെറുതെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു ഫിലിം മേക്കർക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു അപ്രീസിയേഷൻ. പക്ഷേ ടെലിഗ്രാം ഒരു ആപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആൻറ്റി ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞാൻ ഈ കോവിഡ് സമയത്ത് ഒരുപാട് സിനിമകൾ OTT ഡയറക്റ്റ് ഡിജിറ്റൽ മോളെ സിനിമ ടെലിഗ്രാമിൽ വന്നിട്ട് ഞാൻ പറയാം അയ്യോ എൻ്റെ ഫോൺ ടെലിഗ്രാം. ഐ ഓൾവേസ് ട്രൈ ടു എഡ്യൂക്കേറ്റ്. അപ്പോൾ ഈ പൈറസി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ നമ്മൾ പറയും, എന്നിട്ട് തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ് സോണി ലിവിലൊരു സാധനം തന്നെ വന്നു, അതും ഞാൻ പ്രൊമോട്ട് ചെയ്തു. അതിൽ ഐറണി എന്താണെന്ന് വെച്ചാൽ തമിഴ് റോക്കേഴ്സ് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പൈറേറ്റഡ് വേർഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ആർ എവറിഡേ ലൈഫ് അല്ലേ, ആസ് പീപ്പിൾ ഹു ആർ ക്ലോസ്ലി വർക്കിംഗ് ഇൻ ദ ഇൻഡസ്ട്രി. അശ്വിൻ എങ്ങനെയാണ്? അശ്വിൻ, ഐ എം ഷുവർ യു ഫേസ് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം ആൻഡ് ഹേറ്റ് ഫോർ ദ
എന്താ പറയുക, യു ഡോണ്ട് മിൻസ് യുവർ വേർഡ്സ് വിത്ത് യുവർ റിവ്യൂസ്. അശ്വിൻ്റെ റിവ്യൂവിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ താഴെ പോയിട്ട് ഗ്രീൻ ആണോ ഓറഞ്ച് ആണോ റെഡ് ആണോ നോക്കും. ഞാൻ വർക്ക് ചെയ്ത സിനിമയാണെങ്കിൽ ആദ്യം അതാ നോക്കുക. ഓറഞ്ച് വരെയാണെങ്കിൽ ഞാൻ സഹിക്കും, റെഡ് ആണെങ്കിൽ ഞാൻ വായിക്കുകയില്ല. സോ എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ല എനിക്കെന്താന്ന് പറഞ്ഞാൽ ചീത്ത കേൾക്കുന്നതും അതിൻ്റെ ബേസിലാണ്. എഴുതിയതിനെ പറ്റി ആൾക്കാർ ചീത്ത പറയുന്നത് വളരെ കുറവാണ്. ഓ ഇതിനൊക്കെയാണോ പച്ച, ഇതിനാണോ ഇതെന്ന് പറയുന്ന പോലെ. അതാണ് ഇപ്പം ലൈക്ക് ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു ഇതിൻ്റെ കേസിൽ മാത്രം ഞാൻ പറയുന്നതാണ്. ആളുകൾ നമ്മൾ എഴുതിയത് വായിക്കാതെ ഇങ്ങനെ ഒരു ചെറിയ ഇതിൻ്റെ ബേസിൽ മാത്രം ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യുമ്പം ലൈക്ക് നമുക്ക് ആ കിട്ടുന്ന റെസ്പോൺസിനെ ഒരു റെസ്പെക്റ്റോടെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞൊരു പോയിൻറ്റിനെ പറ്റിയിട്ടാണ് അവർ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല, എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്കൊന്ന് 1/2 എന്ന് പറഞ്ഞിട്ട് മുരളി ഗോപി എഴുതിയൊരു പടമില്ലായിരുന്നു. അപ്പോൾ അതിൽ മുരളി ഗോപി ഡബിൾ റോളാണ്. അതിലൊരാൾ സർജനാണ്, മറ്റേ ആൾ അതെ. അപ്പോൾ അതിൽ പറയുന്നൊരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിട്ടുള്ള ആൾ സർജറി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞു ലൈക്ക് അത് ഡസൻറ്റ് മേക്ക് സെൻസ്, പക്ഷേ അത് കൺവിൻസിങ് ആയിട്ട് പറഞ്ഞൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഡസൻറ്റ് മേക്ക് സെൻസ് എന്നുള്ള ലെവലിൽ മാത്രം പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ആരോ ഒരാൾ കമൻറ്റ് ചെയ്തു, എൻ്റെ അമ്മ സൈക്കോളജിസ്റ്റാണ്, ദിസ് ഈസ് പോസിബിൾ. അപ്പം അവരെൻ്റെ റിവ്യൂവിനെ അല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ലൈക്ക് ഞാൻ പറഞ്ഞ പോയിൻ്റ്. അപ്പോൾ ഞാൻ ഓക്കെ റെസ്പെക്ട്ഫുള്ളി താങ്ക് യു, അതൊരു എനിക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെ ഇപ്പം മണിച്ചിത്രത്താഴിലും സിമിലർ ആയിട്ടുള്ള പരിപാടികളുണ്ട്. ശോഭന എങ്ങനെയാണ് ഓരോന്ന് അച്ചീവ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നതും നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലോജിക്കില്ല എന്ന് പറയാം. പക്ഷേ അത് മേക്ക് ചെയ്തിട്ടുള്ള രീതി കാരണം നമ്മൾ ബിലീവ് ചെയ്യുകയാണ് ഇതൊക്കെ പോസിബിൾ ആണ്, എന്താ ഉറക്കത്തിൻ്റെ ആഴമളക്കാം, ഇതൊക്കെ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അത് കൺവിൻസിങ് ആയിട്ട് ചെയ്തില്ല എന്നുള്ള സാധനം. ദിസ് റിമൈൻഡ്സ് മീ ഓഫ് സംതിങ് കേട്ടോ. സാരാസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇവിടെ വന്നിരുന്നു, നിങ്ങൾക്ക് എല്ലാവരും ചിരിക്കുന്നു സാം ഷോ. സോ അത് ഇറ്റ് ടോക്സ് അബൌട്ട് ദ വുമൻസ് റൈറ്റ് ടു പ്രഗ്നൻസി. ആൻഡ് ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് വിളിച്ചിട്ടുണ്ട് അശ്വിൻ. അപ്പോൾ സോ ഞാൻ ചെയ്തൊരു കാര്യം അതിൽ അന്ന ആസ് എ വെരി ഡിയർ ഫ്രണ്ട്. അപ്പോൾ ആൾ ചോദിച്ചു പോസ്റ്റർ ഒന്ന് ഷെയർ ചെയ്യോ ചേച്ചി, ഇങ്ങനെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞൊരു പോസ്റ്റർ ഇട്ടു. ഞാനെന്തോ മീറ്റിങ്ങിന് പോയി, തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കര പ്രശ്നമാണ് ഇൻബോക്സിൽ. ദർ ആർ ലോട്ട് ഓഫ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി വിമൻ ഹൂ ഹാവ് മെസ്സേജ്ഡ് മീ സെയിങ് നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾ അബോർഷൻ എൻഡോഴ്സ് ചെയ്യാണോ എന്ന്. എന്നിട്ട് ദർ വാസ് വൺ പെർട്ടിക്കുലർ പ്രൊഫൈൽ, ഞാൻ മോൻ്റെ കൂടെ ഇട്ട പിക്ചേഴ്സിൻ്റെ ഒക്കെ അടിയിൽ പോയിട്ട് അവർ നിങ്ങളെ കുഞ്ഞിനെ കൊല്ലുമോ, ഇങ്ങനത്തെ വെരി പേഴ്സണൽ കമൻറ്റ്സ്. സോ I tried, okay, me being me, I'm trying to reason with her. Anna is a friend എന്ന് പറഞ്ഞു. Let's clarify, you're not talking about me, you're talking about Anna Ben. Anna Ben. And അതെ, അപ്പോൾ ഞാൻ ഈ ലേഡിയുടെ അടുത്ത് പറഞ്ഞു ദാറ്റ് നോട്ട് എവറി പ്രഗ്നൻസി ഹാപ്പൻസ് വിത്ത് കൺസെൻറ്റ്. ഓക്കെ, കൺസെൻറ്റ് കൂടെ അല്ലാതെ വരുന്ന പ്രഗ്നൻസിക്ക് വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ്. അപ്പോൾ ആ ഒരു ചോയ്സ് ഇല്ലേ, ആ ഒരു ഇതില്ലേ. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു pregnancy only happens with consensual relationship. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. So that energy is wasted. So I left the conversation, I left the chat. മറ്റേ പണ്ടുണ്ടായിരുന്നില്ലേ ഈ leave the chat room quietly. ഇത് സോഷ്യൽ മീഡിയയിൽ പറയുന്ന സാധനമാണ്. കമൻറ്റ് സെക്ഷനിൽ പോവരുത്. ഞാൻ ഫേസ്ബുക്കിൽ റിവ്യൂ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഞാൻ ഇതുവരെ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് കമൻറ്റ് സെക്ഷൻ വായിക്കാൻ പോയിട്ടില്ല. യൂട്യൂബ് ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതുകൊണ്ട് ഇടയ്ക്ക് വായിക്കേണ്ടി വരും. ഈവൻ അത് തന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ എന്ന് പറയുന്ന രീതിയിൽ. ബിക്കോസ് നമ്മൾ പറഞ്ഞ ഒപ്പീനിയനെ ജഡ്ജ് ചെയ്ത് ലൈക്ക് ആളുകൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈവൻ ഇൻക്ലൂഡിങ് ഞാൻ പറയുന്നതാണ് എൻ്റെ ശരി. അതങ്ങനെയാണ്, അതായത് എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത്. ഒരു സാധനം കണ്ടു എൻ്റെ പേഴ്സ്പെക്റ്റീവ്. പക്ഷേ പൊതുവേ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, ഞാൻ തർക്കിച്ച് നിന്നെ അതിലേക്ക് എത്തിക്കും. ആ ലെവലിലാണ് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ സംതിങ് ഐ ഹാവ് നോട്ടിസ്ഡ് ബിക്കോസ് ആസ് മെമ്പർ ഓഫ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് മെൻ ആൻഡ് പീപ്പിൾ ഫ്രം ഓൾ ദ ജെൻഡേഴ്സ്. നമ്മളിപ്പോൾ ബൈനറീസിൽ പോലും അല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ
സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരെ അധിക്ഷേപിച്ച് ഒരുപാട് ചില വാക്കുകളൊക്കെ കോയിൻ ചെയ്ത് സംസാരിക്കുന്നതും കമൻസ് ഇടുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അന ഇന്നലെ പറഞ്ഞ ഒരു വെരി റെലവൻറ്റ് തിങ്. ബിക്കോസ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ റീമ ഈസ് ലീഡിങ് ദ ഷോ. അപ്പോൾ പേഴ്സണലി ഞാൻ ഒരു ഫീമെയിൽ ലെഡ് അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ലൈക്ക് ഐ ഫീൽ ദ കോണ്ടൻറ്റ് ഓൾവേസ് ലീഡ്സ്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ബിക്കോസ് റെപ്രസെൻറ്റേഷൻ്റെ കാര്യം വരുമ്പോൾ ഹൗ ഡു യു തിങ്ക് മലയാളം സിനിമ ഹാസ് ബീൻ ഫെയറിങ്, സ്പെഷ്യലി ലൈക്ക് തിയേറ്റർ പോലുള്ളൊരു സിനിമ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട്? I think that the beauty of Malayalam cinema is that everything does get covered. However, having said that, since I've praised Malayalam cinema so much, I want to say that one of the reasons why Malayalam cinema is considered to be great in the way it addresses patriarchy is because the rest of Indian cinema is so bad in doing it. Telugu and Tamil cinemas portrayal of women, of gender is so terrible that they make even Hindi cinema look good, as a result of which when a Malayalam cinema does an Uyare or does a Saras or does the Great Indian Kitchen, it feels like it's just such a relief that that is the one thing that the whole country focuses and talks about. But of course there is extremely toxic cinema coming out of Kerala. The fact that there are stars, big stars, who are willing to do this kind and that kind, which means they're not really committed to the ideology of those films, but they're more committed to just making sure that they please, they get both audiences. So of course that's very disappointing. But having said that, when Malayalam cinema addresses gender, it does so better than anybody else, as a result of which it makes you also, me as a person, I mean, I consider myself very feminist, but I also think that it educates me. I mean, whether it was watching theatre yesterday, just little things like when she first climbs up the coconut tree, and we're accustomed to a world when Instagram, Facebook, ആളുകൾ surgery ചെയ്യുന്നുണ്ട് to look good in their Insta photos. That's the kind of situation we are in. And there's a certain accepted image of what a movie star should be. So the fact that Rima doesn't care, she looks like a normal, sexy Malayali woman. She's sexy as hell, but she looks like a normal woman, not someone who had spent 10 hours in a beauty parlor and has been to a plastic surgeon 500 times. And that is such a small thing, but you notice it because he starts with that visual of her climbing up the tree. And all of these things, because Aswin mentioned Dasharatham, I just think that ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒരു തിയേറ്ററിൽ കുഞ്ഞിലെ ഒരു മലയാളം സിനിമ തിയേറ്ററിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു സിനിമ കണ്ടതിൻ്റെ ഓർമ്മ എനിക്ക് ഓർക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. ഓക്കെ, ആൻഡ് ആ സമയത്ത് ഡൽഹിയിൽ മലയാളം സിനിമ തിയേറ്ററിൽ കിട്ടത്തില്ലായിരുന്നു. ഇതൊരു ഫിലിം ക്ലബിൻ്റെ സ്ക്രീനിങ് ആയിരുന്നു. Now, I have many things to say about Manjil Virnya Pookal that are not positives. The acting, very awkward, etc., etc. പക്ഷേ ഒരു commercial സിനിമയിലും please look at the way Fasil has addressed marital rape and gender-based violence. And his position is very clear. See, people always misunderstand that one is saying that one has to pretend that these awful realities don't exist in our world. That's not the point. What is the filmmaker's gaze? I saw that in theatre, and I saw that in that film, Manjil Virnya Pookal. Whose side the filmmaker is on. And this is back in the 1980s. So it's quite an incredible aspect of Malayalam cinema. Again, there is something that often Malayalam cinema gets criticized about, and rightly so, is that it doesn't address caste issues often enough, and there is also a certain romanticization of the upper caste way of living, etc. But I think I really like the fact that Malayalam filmmakers, especially those who aren't focusing on the big numbers game, they seem to listen to feedback. And so, for instance, which is why I think you'll get a film like Ratina P's Puru, right? Yes. And which is why, a film like Loka
actually to me it's all about the cast. It's all about cast. It's not about the superhero and superpowers and all of that. So are there flaws? Yes, there's absolutely there's so many flaws to point out in terms of films like Brahmayugam, Manjumel Boys got massively positive reviews. They did very well across the country, but there are just too many films in India, but more so in southern India, which imagine universes without women. And if it was one film or two films, it's okay. But this is a whole spate of films where women don't exist. Sometimes they're not even there as supporting characters. They're not even there in crowd scenes. The maximum you're getting is a woman on this. So Malayalam does this. It does this often, and it does this very wrong. And of course, there is a whole lot of misogynistic trolls who will get mad at you for saying this. But it's important to say this because I believe that contrary to what the public thinks, I believe that there are filmmakers who pay attention. My experience as a film critic has been that while on the one hand, of course, there are people who have ego hassles and there are trolls and all of that, I've had some really wonderful filmmakers writing to me, telling me that X review or Y review made them think. And what is our job? People will say, oh, you're a loser. You're just sitting here and analyzing other people's work. No. It is important for film industries to cooperate with film critics in terms of sending us screeners, holding previews early, etc. Because when you have good reviews from reviewers the audience relies on, the public discourse on cinema improves, and the public discourse on cinema has an impact on filmmaking itself. And Kerala has a very intelligent audience. It is the audience that is responsible for this middle-of-the-road cinema that is now making waves across the country. So, of course, in Kerala, more than any other place, I would say filmmakers have to pay attention, and we as film writers have to realize we're actually making a difference. But even in the rest of the country, the audience is often underestimated. The audience is not stupid. There also is, like you and I, we might watch some silly films sometimes just for the heck of it, but that doesn't mean that's the only thing we want to watch, right? And so we want to watch the film that elevates us and makes us feel like we're in the presence of greatness, dissolves the barrier between myth and reality, between the screen and us. And we all play a part in that.